മുംബൈയിൽ ബംഗ്ലാദേശി പെൺകുട്ടിക്ക് നേരെ കണ്ണില്ലാത്ത ക്രൂരത. 12 വയസ്സുകാരിയായ ബംഗ്ലാദേശി പെൺകുട്ടിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി. 3 മാസത്തിനിടയിൽ 220-ലേറെ പേരാണ് കുട്ടിയെ പീഡിപ്പിച്ചത്. മുംബൈക്കടുത്ത് വസയിലാണ് സംഭവം നടന്നത്. കുട്ടി ഇപ്പോൾ ചൈൽഡ് ലൈനിന്റെ സംരക്ഷണത്തിലാണ്. കുട്ടിയെ രക്ഷിക്കാൻ നിർണായക ഇടപെടൽ നടത്തിയത് മുംബൈയിലെ മലയാളി സാമൂഹിക പ്രവർത്തകനായ ബിനു വർഗീസാണ്. ബംഗ്ലാദേശികൾ അടങ്ങിയ സംഘത്തിൽ നിന്ന് കുട്ടിയെ മോചിപ്പിക്കാൻ നിർണായക വിവരങ്ങൾ ബിനു പോലീസിന് കൈമാറുകയായിരുന്നു. ഈ റാക്കറ്റിൽ മറ്റൊരു സ്ത്രീ ഉണ്ടായിരുന്നുവെന്നും ബംഗ്ലാദേശ് സ്വദേശികളായ ഇവരുടെ കയ്യിൽ പാസ്പോർട്ടും ആധാറും ഉൾപ്പെടെയുള്ള രേഖകൾ ഉണ്ടായിരുന്നുവെന്നും പുറത്തുവരുന്നുണ്ട്. ബംഗ്ലാദേശിൽ നിന്ന് പെൺകുട്ടി 3 മാസങ്ങൾക്ക് മുൻപാണ് ഇന്ത്യയിലേക്ക് എത്തിയതെന്നാണ് വിവരം. കുട്ടി പരീക്ഷയിൽ ചില വിഷയങ്ങൾക്ക് പരാജയപ്പെട്ടതോടെ വീട്ടുകാർ ശിക്ഷിക്കുമെന്ന ഭയത്താൽ പരിചയക്കാരിയായ ഒരു സ്ത്രീക്കടുത്ത് അഭയം തേടുകയായിരുന്നു. ഇവർ കുട്ടിയെ രഹസ്യമായി ഇന്ത്യയിലേക്ക് കടത്തുകയും വേശ്യാവൃത്തിക്ക് നിർബന്ധിക്കുകയും ചെയ്തു. സംഭവത്തിൽ ഇതുവരെ 10 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. എക്സോഡസ് റോഡ് ഇന്ത്യ ഫൗണ്ടേഷൻ, ഹാർമണി ഫൗണ്ടേഷൻ എന്നീ NGOകളുടെ സഹായത്തോടെ പോലീസിന്റെ മനുഷ്യക്കടത്ത് വിരുദ്ധ യൂണിറ്റാണ് പെൺകുട്ടിയെ ചൈൽഡ് ലൈൻ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. കൂടുതൽ പേർ ഈ റാക്കറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും റാക്കറ്റിന്റെ എല്ലാ കണ്ണികളെയും ജയിലിൽ അടയ്ക്കുമെന്നും പോലീസ് കമ്മീഷണർ നികേത് കൗശിക് വ്യക്തമാക്കി.